ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. ഇംഗ്ലീഷ് ഗ്രാമർ സെക്ഷൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചു. ഇന്ന് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും അതിൻ്റെ യൂസേജസും ആയിരിക്കും പഠിക്കുന്നത്. പ്ലീസ് മേക്ക് ഷുവർ ഈ വീഡിയോ കാണുന്ന മുമ്പ് ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ട് വരിക. കാരണം ആ ഫസ്റ്റ് വീഡിയോയിൽ പഠിപ്പിച്ച പല കൺസെപ്റ്റ്സും ഞാനിവിടെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ടാവും. സോ ഡയറക്റ്റ്ലി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഞാൻ ബേസിക്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് അത് മീൻ ചെയ്യണമെന്ന്. അതെല്ലാം വീഡിയോസിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. സോ അത് കണ്ടിട്ട് വേണം ഈ വീഡിയോസ് കാണാൻ. ഓക്കെ, സോ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. So without wasting any time, let's start with the next part, that is simple future tense. Simple future tense the structure എന്താണ്? Subject plus will or shall plus V1. Okay. So generally ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഐയുടെ കൂടെയും വിയുടെ കൂടെയും ജനറലി യൂസ് ചെയ്യുന്നത് ഷാലാണ്. ജനറലി വിൽ യൂസ് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് അതൊരു എററായിട്ട് വരാറില്ല. ഓക്കെ, വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഐ വി ഷാൽ, ഐ വില്ലെന്നും തന്ന് ഐ ഷാലും തരാണെങ്കിൽ ഐ ഷാൽ ചൂസ് ചെയ്യുക. അതുപോലെ ബാക്കി ഹി ഷീ ഇറ്റിൻ്റെ കൂടെ എന്താണ്? ഹി ഷീ ഇറ്റ് ഇതേടെ കൂടെ വില്ലാണ് യൂസ് ചെയ്യുന്നത്. അവിടെയും ഷാൽ വന്നു പറഞ്ഞാൽ തെറ്റില്ല, ബട്ട് ജനറലി ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1. ഇവിടെ കണ്ടോ, ഐ വിൽ ബൈ ഹ ഹൗസ് നെക്സ്റ്റ് മന്ത്. നെക്സ്റ്റ് മന്ത് ഞാൻ വീട് വാങ്ങിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യും. നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഞാൻ ഒരു കാര്യം ഒരു യൂസേജ് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഫിക്സ്ഡ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ. ഫിക്സ്ഡ് ആക്ഷൻ ഫ്യൂച്ചർ ആണെങ്കിൽ ഇതേപോലെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലും എഴുതാം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും എഴുതാം. ഇതിപ്പോൾ ഫിക്സ്ഡ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ ആണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. ഐ ഷാൽ ഗെറ്റ് ദ സാലറി, ഇത് ഫസ്റ്റ് യൂസേജ് ആണ്. അവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയാത്തതാണ്. എന്ന് വെച്ചാൽ ഫിക്സ്ഡ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ ആണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഐ ഷാൽ ഗെറ്റ് ദ സാലറി ഓഫ് ദ ഫസ്റ്റ് ഓഫ് നെക്സ്റ്റ് മന്ത്, ഇതും ഫിക്സ്ഡ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ ആണ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ എഴുതിക്കുന്നു. കണ്ടോ, സബ്ജക്ട് പ്ലസ് ഷാൽ പ്ലസ് V1. അതുപോലെ ഇഫ് യു വിൽ ടീച്ച് മീ ഇംഗ്ലീഷ് ഐ ഷാൽ പേ യു ദ ഫീസ്. സോ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെങ്കിൽ എന്താണ്? ഐ ഷാൽ പേ യു ദ ഫീസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തിങ്. നൗ ഈ രണ്ട് കാര്യങ്ങൾ, ഇത് ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ, നമ്മളെ ഈ മീനിങ് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മളെ ആക്ച്വലി യൂസേജ് എന്താണ്, ആ യൂസേജ് നമുക്ക് ഇവിടെ വെച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഞാനിവിടെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് പിന്നീട് എഴുതിയെടുത്താൽ മതി. നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞുതരാം, പിന്നെ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് പാർട്ട് ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് പാർട്ട്, രണ്ട് ക്ലോസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സബ്ജക്റ്റും വേർബ് ഉണ്ടാവും, അതൊരു ക്ലോസ് ആവും. അടുത്ത ക്ലോസിൽ വേറൊരു സബ്ജക്റ്റ് വേറൊരു വേർബ് ഉണ്ടാവും. സോ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് രണ്ട് പാർട്ടുണ്ട്. ഞാൻ പാർട്ട് എന്നാണ് ഇപ്പോൾ റെഫർ ചെയ്യണത്. രണ്ട് പാർട്ടുണ്ട്, രണ്ടും ഫ്യൂച്ചറിലാണ്, രണ്ടും ഫ്യൂച്ചർ ടെൻസിലാണ് കിടക്കുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിൽ എന്തുണ്ട്? കണ്ടീഷണൽ വേർഡ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് പാർട്ടുണ്ട്, എന്നിട്ട് രണ്ട് പാർട്ടും ഫ്യൂച്ചർ ടെൻസിലാണ് കിടക്കുന്നത്. പക്ഷേ അതിൽ ഒരു പാർട്ടിൽ എന്താണ്? കണ്ടീഷണൽ വേർഡ് കിടക്കുകയാണ്. കണ്ടീഷണൽ വേർഡ് ഉള്ള പാർട്ടിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ടീഷണൽ വേർഡ് ഉള്ള പാർട്ടിനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതും, എന്നിട്ട് മറ്റേ പാർട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ തന്നെ കിടക്കും. സോ ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് രണ്ട് പാർട്ടുണ്ട്, രണ്ട് പാർട്ടും ഫ്യൂച്ചർ ടെൻസിലാണ് കിടക്കുന്നത്. ഓക്കെ, പക്ഷേ ഒരു പാർട്ടിനകത്ത് കണ്ടീഷണൽ വേർഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടീഷണൽ വേർഡുള്ള പാർട്ടിനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും, എന്നിട്ട് മറ്റേ പാർട്ടിനെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യും. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇഫ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ദർ ആർ ടു പാർട്സ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബോത്ത് ആർ ഇൻ ഫ്യൂച്ചർ ടെൻസ്, and if one of the parts has a conditional word in it, then that part will be in simple present tense and the remaining part will be in simple future tense. Okay, so ഇവിടെ നോക്ക്, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് പാർട്ട് ഉണ്ടോ ഇല്ലെന്ന് നോക്ക്. ഇഫ് യു വിൽ ടീച്ച് മീ ഇംഗ്ലീഷ്, ഇതൊരു പാർട്ട്. ഓക്കെ, സോ ഇവിടെ നോക്ക്, സബ്ജക്റ്റ് ഉണ്ട്, വിൽ ടീച്ച് വേർബാണ്. അതുപോലെ ഐ ഷാൽ പേ യു ഫീസ്, സബ്ജക്റ്റ് ഉണ്ട്, ഇത് ഷാൽ പേ അടുത്ത വേർബാണ്. ഒരു കാര്യം ഓർമ്മ വേണം, ഹെൽപ്പിംഗ് വേർബ് പ്ലസ് മെയിൻ വേർബ് ഉണ്ടെങ്കിൽ, ഹെൽപ്പിംഗ് വേർബിന് ശേഷം മെയിൻ വേർബ് ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് ഒറ്റ വേർബാണത്. ഓക്കെ, അതെപ്പോഴും ഓർമ്മ വേണം. ഇവിടെ കണ്ട വില്ല് പ്ലസ് ടീച്ച്, വില്ല് ഹെൽപ്പിംഗ് വേർബാണ്, ടീച്ച് മെയിൻ വേർബാണ്, രണ്ടും കൂടെ ചേർത്ത് ഒറ്റ വേർബാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തുണ്ട്? രണ്ട് പാർട്ടുണ്ട്, രണ്ട് പാർട്ടും ഫ്യൂച്ചറിലാണ്. വില്ല് അതേപോലെ ഷാല്, രണ്ട് പാർട്ടും ഫ്യൂച്ചർ ടെൻസിലാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് രണ്ട് പാർട്ടുണ്ട്, രണ്ട് പാർട്ടും ഫ്യൂച്ചറിലാണ്. ഏതെങ്കിലും ഒന്നിൽ കണ്ടീഷണൽ വേർഡ് ഉണ്ടെങ്കിൽ, കണ്ടീഷണൽ വേർഡ് ഏതാണ്? ഇവിടെ കണ്ടോ, ഇഫ് ഒരു കണ്ടീഷണൽ വേർഡ് അല്ലേ? സോ കണ്ടീഷണൽ വേർഡ് ഇഫ് ആണ്. ആ പാർട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാക്കണം. മറ്റേ പാർട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് ഷാൽ പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം വിൽ ഓർ ഷാൽ. ഓക്കെ, ഇതിനെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാക്കണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് എസ് ഓർ ES. അപ്പോൾ ഈ സബ്ജക്റ്റിന് അനുസരിച്ച് സിംഗുലർ ഫ്രം പ്ലൂറൽ ആവും. സോ സബ്ജക്റ്റ് ഇവിടെ യു ആണ്, അതിനുശേഷം നമുക്ക് വില്ലിൻ്റെ ആവശ്യമില്ല. യു പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഇവിടെ ടീച്ചും ഇത് പ്ലൂറൽ തന്നെ ആയിരിക്കണം. സോ ഇവിടെ എങ്ങനെയാവും? ഇഫ് യു ടീച്ച് മീ ഇംഗ്ലീഷ് ഐ ഷാൽ പേ യു ദ ഫീസ്.
ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് പാർട്ട് ഉണ്ടായിരുന്നു, രണ്ട് പാർട്ടും എന്തായിരുന്നു, ഫ്യൂച്ചർ ടെൻസിലായിരുന്നു. പക്ഷേ ഈ ഫസ്റ്റ് ഒരു പാർട്ട് എന്താണ്, കണ്ടീഷണൽ വേർഡ് ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷണൽ വേർഡ് ഉള്ള പാർട്ട് എന്തായിരിക്കണം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാവണം. കണ്ടോ, കണ്ടീഷണൽ വേർഡ് ഉള്ള പാർട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാക്കണം. അപ്പോൾ ഈ പാർട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാക്കണം. സബ്ജക്റ്റിന് ശേഷം വില്ല് വരില്ല, ഡയറക്റ്റ്ലി ടീച്ച്, വേർബിലെ ഫസ്റ്റ് ഫോം. ഓക്കെ, അടുത്ത കേസ് നോക്ക്. ഇവിടെ നോക്ക്, സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് പാർട്ടുണ്ട്. ഇഫ് യു വിൽ ഹെൽപ്പ് മീ ഐ ഷാൽ ബി ഗ്രേറ്റ്ഫുൾ. രണ്ട് പാർട്ടുണ്ട്, രണ്ടും ഫ്യൂച്ചറിലാണ്. വിൽ ഹെൽപ്പ് മീ, ഷാൽ ബി ഫ്യൂച്ചറിലാണ്. കണ്ടീഷണൽ വേർഡ് ഫസ്റ്റ് പാർട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാവണം. സോ സബ്ജക്റ്റ് യു ആണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, ഇത് കളയുക. അതിന് ശേഷം ഇത് പ്ലൂറൽ ഹെൽപ്പ് വേർബ്. സോ ഇഫ് യു ഹെൽപ്പ് മീ ഐ ഷാൽ ബി ഗ്രേറ്റ്ഫുൾ. ഇതാണ് നമ്മൾ ഈ പറയുന്ന സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ യൂസേജ്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, സോ ദാറ്റ് യു ഗെറ്റ് എ ക്ലാരിറ്റി ഓൺ ദിസ്. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ഞാൻ കുറച്ച് ജസ്റ്റ് എ മിനിറ്റ് കണ്ടീഷണൽ വേർഡ്സും കൂടെ ഞാനിവിടെ എഴുതിക്കാം. ഓക്കെ, അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമുള്ളതാണ്. ഈ കണ്ടീഷണൽ വേർഡ്സ് ഒന്ന് എഴുതിയെടുക്കണം. നമുക്ക് നേരത്തെ നമ്മൾ ഒരു കണ്ടീഷണൽ വേർഡാണ് കണ്ടത്, ഇഫ്. അതല്ലാതെ ഈ കണ്ടീഷണൽ വേർഡ് ഉണ്ട്, ഇഫ്, വെൻ, അൺടിൽ, ടിൽ, അൺലെസ്, ആസ് സൂൺ ആസ് ലോങ് ആസ്, ഇൻ കേസ്, പ്രൊവൈഡഡ് ദാറ്റ്, ബിഫോർ, ആഫ്റ്റർ. ഈ എല്ലാ വേർഡും കണ്ടീഷൻ ഏത് പാർട്ടിലാണോ വരുന്നത് ആ പാർട്ട് മാത്രം എന്താണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും. മറ്റേ പാർട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും. എവിടെയെങ്കിലും ഈ വേർഡ് കാണുമ്പോഴല്ല ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് പാർട്ടുണ്ട്, രണ്ട് ഫ്യൂച്ചറിലാണ്. അങ്ങനത്തെ ഒരു കേസിൽ ഒരു പാർട്ടിൽ ഈ പറഞ്ഞ കണ്ടീഷണൽ വേർഡ് ഉണ്ടെങ്കിൽ ആ പാർട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും അടുത്ത പാർട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലും ആയിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഇതൊന്ന് എഴുതിയെടുത്തിട്ട് ലെറ്റ്സ് ട്രൈ സം എക്സാമ്പിൾസ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ ഫസ്റ്റ് എക്സാമ്പിൾ. ഇവിടെ നോക്കാം, അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ നോട്ട് സക്സീഡ് അച്ചീവ് എനിത്തിങ് ഇൻ യുവർ ലൈഫ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് പാർട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ ഫസ്റ്റ് പാർട്ടിൽ അൺലെസ് എന്നുള്ള കണ്ടീഷണൽ വേർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെ പോയി, കണ്ടീഷണൽ വേർഡ് അൺലെസ്. ഓക്കെ, അപ്പോൾ ആ പാർട്ട് നമ്മൾ എന്തായിരിക്കണം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ സബ്ജക്റ്റ് പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. മറ്റേ പാർട്ടിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്, സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് നോട്ട് അച്ചീവ്. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ്, എറർ ഇല്ല. ലെറ്റ്സ് സീ നെക്സ്റ്റ് വൺ. ഐ ഷാൽ ഹെൽപ്പ് ഹിം ടു ഗെറ്റ് ദ ജോബ് പ്രൊവൈഡഡ് ദാറ്റ് ഹി വിൽ ഗിവ് മീ 50,000 rupees. സോ ഇവിടെ രണ്ട് പാർട്ടുണ്ട്. ഒന്ന് ഐ ഷാൽ ഹെൽപ്പ് ഹിം ടു ഗെറ്റ് ദ ജോബ്, രണ്ടാമത്തെ പാർട്ട് പ്രൊവൈഡഡ് ദാറ്റ് ഹി വിൽ ഗിവ് മീ. ഈ രണ്ട് പാർട്ടും ഫ്യൂച്ചറിലാണ്. ഷാൽ, ഹെൽപ്പ്, വിൽ, ഗിവ് ഫ്യൂച്ചറിലാണ്. എന്നിട്ട് ഇതിലൊരു കണ്ടീഷണൽ വേർഡ് ഉണ്ട് സെക്കൻഡ് പാർട്ടിൽ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് പാർട്ടാണ്, രണ്ടും ഫ്യൂച്ചറിലാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിൽ കണ്ടീഷണൽ വേർഡ് ഉണ്ടെങ്കിൽ ആ പാർട്ട് മാത്രം എന്താവും, ആ പാർട്ട് മാത്രം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാവും. സോ ഐ ഷാൽ ഹെൽപ്പ് ഹിം ടു ഗെറ്റ് ദ ജോബ് പ്രൊവൈഡഡ് ദാറ്റ് ഹി വിൽ അല്ല, ഹി, ഈ കിടക്കുന്ന ഹി അങ്ങനെ തന്നെയാണ്, ഗിവ്സ് മീ 50,000 rupees. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് ഹി ഗിവ്സ് മീ, കാരണം ഹി സിംഗുലർ ആണ്, അതുകൊണ്ട് ഹി ഗിവ്സ് മീ 50,000 rupees. ഓക്കെ, അവിടെ വെച്ചാൽ ഓക്കെ, നെക്സ്റ്റ് വൺ. All the flowers in this garden will surely die before the rainfall. So ഇവിടെ all the flowers in this garden will surely die. ഇത് ഫസ്റ്റ് പാർട്ടാണ്, ബിഫോർ ദ റെയിൻ വിൽ ഫോൾ. അപ്പോൾ ഇതിൽ രണ്ട് പാർട്ടുണ്ട്, രണ്ടും ഫ്യൂച്ചറിലാണ്, വിൽ ഷോർലി ഡൈ, വിൽ ഫോൾ. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞത്, കണ്ടീഷണൽ വേർഡ് ഉണ്ടെങ്കിൽ, ഇതിൽ കണ്ടീഷണൽ വേർഡ് ഉണ്ടോ ഇല്ലേ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഫോർ ഇതൊരു കണ്ടീഷണൽ വേർഡാണ്. സോ ഇവിടെ കണ്ടീഷണൽ വേർഡ് ഉണ്ട്. അപ്പോൾ ആ പാർട്ട് എന്ത് വേണം, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരണം. സോ ദ റെയിൻ സബ്ജക്റ്റ് ആണ്, അതിനുശേഷം വില്ലിൻ്റെ ആവശ്യമില്ല. സബ്ജക്റ്റ് റെയിൻ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്, മഴ നമുക്ക് എണ്ണാൻ പറ്റില്ല, അതുകൊണ്ട് അത് സിംഗുലർ ആയിരിക്കും എപ്പോഴും. സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ വേർബും സിംഗുലർ ആവണം. എന്താവണം, ഓൾ ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ വിൽ ഷോർലി ഡൈ ബിഫോർ ദ റെയിൻ ഫോൾസ് എന്നാവണം, ബിഫോർ ദ റെയിൻ ഫോൾസ്. ഓക്കെ, ഐ വിൽ ലെറ്റ് യു നോ ആസ് സൂൺ ആസ്, ഓക്കെ, ഐ വിൽ ലെറ്റ് യു നോ ആസ് സൂൺ ആസ് ഐ വിൽ ഗെറ്റ് എനി ഇൻഫർമേഷൻ അബൌട്ട് യുവർ പ്രൊമോഷൻ. ഇവിടെ ഐ വിൽ ലെറ്റ് യു നോ ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്, അതിനുശേഷം ആസ് സൂൺ ആസ് ഐ വിൽ ഗെറ്റ് എനി ഇൻഫർമേഷൻ അബൌട്ട് യുവർ പ്രൊമോഷൻ. രണ്ട് പാർട്ടുണ്ട്, രണ്ടും ഫ്യൂച്ചർ ടെൻസിലാണ്. വിൽ ലെറ്റ് യു നോ, വിൽ ഗെറ്റ് എനി ഇൻഫർമേഷൻ ഫ്യൂച്ചറിലാണ്. ഒരു പാർട്ടിൽ കണ്ടീഷണൽ വേർഡ് ഉണ്ട്, ദാറ്റ് ഈസ് സെക്കൻഡ് പാർട്ടിൽ കണ്ടീഷണൽ വേർഡ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം വരുന്ന പാർട്ടിൽ എന്താണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആക്കുക. ഐ വില്ലിൻ്റെ ആവശ്യമില്ല, സബ്ജക്റ്റ് ആണ് ഐ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല ആമും വാസും ഒഴിച്ച് എല്ലായിടത്തും എൻ്റെ പ്ലൂറൽ വേർബ്സ് ആണ് വരുന്നത്. സോ ഐ, ഓക്കെ, ആസ് സൂൺ ആസ് ഐ ഗെറ്റ് any information about your promotion. I will let you know as soon as I get any information about your promotion. ഇത് തന്നെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതേപോലെ മൈ ബോസ് വിൽ ഹെൽപ്പ് യു ഔട്ട് ഇൻ എവറി സിറ്റുവേഷൻ ആസ് ലോങ് ആസ് യു വിൽ ബി ദ പാർട്ട് ഓഫ് ദിസ് കമ്പനി. മൈ ബോസ് വിൽ ഹെൽപ്പ് യു ഔട്ട് ഇൻ എവറി സിറ്റുവേഷൻ, ഇത് ഫസ്റ്റ് പാർട്ടാണ്, ഫ്യൂച്ചറിലാണ്. അതുപോലെ ആസ് ലോങ് ആസ് യു വിൽ ബി എ പാർട്ട് ഓഫ് ദിസ് കമ്പനി ഓൾസോ ഇസ് ഇൻ ഫ്യൂച്ചർ. രണ്ട് പാർട്ടുണ്ട്, ഒന്ന് ഫ്യൂച്ചർ, രണ്ടും ഫ്യൂച്ചറിലാണ്.
ഒന്നിൽ ആസ് ലോങ് ആസ് എന്നുള്ള കണ്ടീഷണൽ വേർഡ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള പാർട്ട് അതിന് ശേഷം എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വരേണ്ടത്. യുക്ക് ശേഷം വിൽ ബി എന്ന് വേണ്ട. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ബി എന്നുള്ള വാക്ക് ഇത് മെയിൻ വേർബായിട്ട് വന്നൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലൂറൽ ഫോമാണ് നമുക്ക് വേണ്ടത്. ബിയുടെ ഫോംസ് നമുക്കറിയാം, ഈസ്, ആം, ആറ്, വേറ്, അങ്ങനെയാണ്. അതിൻ്റെ പ്ലൂറൽ ഫോമാണ് ഈ പറയുന്ന 6. ഓക്കെ, പ്രസൻറ്റ് ടെൻസിൽ പ്ലൂറൽ ഫോം 6 സോ നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മളിവിടെ എല്ലായിടത്തും മെയിൻ വേർബ് ഫസ്റ്റ് ഫോമിൽ വരണം, പ്ലൂറൽ ഫോമിൽ വരണം. ഇഫ് ദ സബ്ജക്റ്റ് ഇസ് പ്ലൂറൽ, യു പ്ലൂറലാണ്. അടുത്ത് മെയിൻ വേർബ് പ്ലൂറൽ ഫോമിൽ വരണം. പക്ഷേ ബി എന്നുള്ളത് പ്ലൂറൽ ഫോം അല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്ലൂറൽ ഫോമാണ് ഈസ്, ആം, ആറിലുള്ള 6. ഓക്കെ, സോ വാട്ട് ഐ വിൽ ഡു, യു ഇങ്ങനെ തന്നെ കിടക്കും, ബിയുടെ പ്ലൂറൽ ഫോം 6. സോ ഇതിങ്ങനെ വരും. ഓക്കെ, so my boss will help you out in every situation as long as you are the part of this company. I hope you understood this concept. നമ്മൾ അത്യാവശ്യം ഇതിൽ എക്സാമ്പിൾസ് നോക്കിയിട്ടുണ്ട്. So with this we have finished the next part, that is simple future tense. Okay, so നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് നോക്കി, സെക്കൻഡ് വീഡിയോയിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നോക്കി, ഇപ്പോൾ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് നോക്കിയിട്ടുണ്ട്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നോക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോസിൽ നമ്മൾ ബാക്കിയുള്ള ഇനി അടുത്ത കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു സീരീസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. ആഴ്ചയിൽ 3 ദിവസമാണ് വരുന്നത്, മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ. ഓക്കെ, സോ പ്ലീസ് മേക്ക് ഷുവർ റെഗുലർലി ഫോളോ ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ദ ക്ലാസ്സസ് ഓൺ എ റെഗുലർ ബേസിസ്. സോ താങ്ക് യു all of you. Have a great day. Bye bye. Take care.